കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കല്യാണം കഴിക്കുന്നെങ്കിൽ അതായത് തൻ്റെ ഉശിരിയുള്ള പെണ്ണെ വേണം കല്യാണം കഴിക്കാൻ. എന്തിനാന്നോ നിന്റെ അമ്മയായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ തൻ്റെ അടി തന്നെ വേണം. അതെന്താ ഗുസ്തി കൂടാൻ വേണ്ടിട്ട് അവിടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരണത്? ഗുസ്തി കൂടാനൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ നിന്റെ അമ്മയെ അനുഭവിക്കാനുണ്ട്. അല്ല, ഗുസ്തിയുടെ കാര്യത്തിൽ ഇപ്പൊ ആരും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ. അത് നീ എനിക്കിട്ടാണല്ലോടാ. അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്കങ്ങനെ തോന്നി. എടാ, ഞാനിപ്പം നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്നറിയാവോ? അയ്യോ, എനിക്കെങ്ങനെ അറിയാം? ഓടാ കഴിയുന്നില്ല. എനിക്കറിഞ്ഞൂടല്ലോ. എടാ, എനിക്ക് കുറച്ച് പൈസ വേണം. പൈസയോ? അയ്യോ, പൈസ എന്റെ കയ്യിലില്ലല്ലോ പച്ചി. നിന്റെ കൈ കാണിയാലെന്ന് എനിക്കറിയാം. പോക്കറ്റിലോ മേശയ്ക്കകത്തോ ഡയറിയിലോ എവിടെയെങ്കിലും കാണും. ഇല്ലില്ല, പോക്കറ്റിലൊന്നും ഇല്ല. ഇനി എന്നാ പറഞ്ഞാലും എനിക്ക് അത്യാവശ്യമാണ്. ഒരു 500 രൂപ വേണം. എന്താ പ്രശ്നം എന്നറിയാമോ? ശമ്പളം കിട്ടിയ പൈസ മൊത്തം തീർന്നു പോയി. അത് ഈ മറ്റേ തെങ്ങിന് വളടാനതിനൊക്കെ ആയിട്ടേ എല്ലാ പൈസയും തീർന്നു. അപ്പൊ നാളെ മുതൽ നിന്റെ കാര്യം കട്ടപ്പോകാം. അങ്ങനെയല്ല, ഞാൻ എന്തായാലും ഇനി ശമ്പളം കിട്ടുമ്പോ ഒരു നല്ല തുക അപ്പച്ചിക്ക് ഞാൻ അവിടെ കൊണ്ടുവന്ന് തരും. ശമ്പളം കിട്ടുമ്പോ കാര്യായിട്ട് അപ്പച്ചിക്ക് അവിടെ കൊണ്ടുവന്ന് കൂടെ ഇറക്കാം. അപ്പച്ചി ഇല്ല, അതിൽ പൈസയൊന്നും ഇല്ലെന്ന്. എടാ, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൈസ എന്നാ പറയുന്നത്. 240 രൂപയോ? ബസ്സിനുള്ള പൈസ എടുത്തിട്ട് ആടിയിലത്തെ പൈസ ഇങ്ങോട്ട് തന്നോ. ഇങ്ങനെ വെച്ചാൽ അടിച്ചാ? അല്ല, അതല്ല മറ്റത്. എടാ പോടാ. എടാ, എനിക്ക് 500 രൂപ വേണം. കളിക്കാതെ തീർക്കാം. എന്റെ അപ്പച്ചി, എനിക്ക് നാളെ ബസ്സിന് പോണ്ടേ? നാളെ ബസ്സിന് പോക്കൊക്കെ നടക്കും. ഞാൻ ആരോടും വായ്പ മേടിക്കും. എനിക്ക് 500 രൂപ വേണം. അതിനാ ഓടിപ്പടച്ച് ഇങ്ങോട്ട് വന്നത്. എന്റെ അടുത്ത് ഇതേ ഉള്ളത്. എടാ, കാണുവാടാ, നീ നോക്ക്. എനിക്ക് അവിടെ പിന്നെ കുറവ്. 240 രൂപയുണ്ട്. 40 എടുത്തോ. 40 ഞാൻ പറയും കേട്ടോ. എനിക്ക് 500 ആവശ്യമുണ്ടെന്ന്. 500 വേണ്ടേ അപ്പച്ചി? ഇതേ ഉള്ള എന്റെ കയ്യിലെന്ന്. തൽക്കാലം ഇതുകൊണ്ട് പോ. ബാക്കി തരുമല്ലോ. ബാക്കി എന്തേലൊക്കെ നോക്കാം. നോക്കിയാ പോരാ, ഇല്ലേ ഞാൻ വീണ്ടും വരും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. 240 രൂപ. ഞെട്ടിപ്പോയല്ലോ. എന്തോ വരാം കേട്ടോ. നീ എന്താ ഇവിടെ കാവല് നിൽക്കുന്നേ? നാത്തു മുള്ളി കയറി പോയിരിക്കുമല്ലേ. താഴോട്ട് ഇറങ്ങി വരട്ടെ. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി നിന്നാ. നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണമല്ലോ. എന്നാ മേലെ എന്നൊന്ന് വിളിച്ചോണ്ട് പാടി. അയ്യ, മേലെ ചെന്ന് എഴുന്നള്ളിച്ചോണ്ട് വരാനേ എനിക്ക് സൗകര്യപ്പെടത്തില്ല. വേണേ താഴെ വരുമ്പോൾ കുടിച്ചാൽ മതി. എന്താ സീത ഇങ്ങനൊക്കെ? ഇതേ ബലരാമേട്ടാ, വലിയ വർത്താനം പറഞ്ഞാൽ ചായ എടുത്ത് ഞാൻ കമത്തി കളയും കേട്ടോ. വേണ്ട, അവൾ ഇറങ്ങി വേണ്ടേ? അവൾക്ക് താഴോട്ട് ഇറങ്ങി വന്നാലെന്താ? അവള് താഴെ ഇറങ്ങി വന്നിട്ട് ചായ കുടിച്ചാൽ മതി. അപ്പൊ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ലേ ഞാനും പറയുന്നത്. എന്നുണ്ട് ബാലാമണിയേ, മോളിൽ എന്തുവായിരുന്നു? അത് ഒരു ഒഫീഷ്യൽ ഡിസ്കഷൻ. ആണോ? ഷാഹിനെ കണ്ടായിരുന്നോ? അയ്യോ, പിന്നെ കണ്ടായിരുന്നു. എങ്ങനുണ്ട്? സൂപ്പർ ബെസ്റ്റ്. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരേന്നൊക്കെ അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് എൻ്റെ അമ്മ എന്നോടും പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ ഓരോരുത്തന്മാര് എണയും തുണയൊന്നും ഇല്ലാതെ നടക്കുന്നത്. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എടി, എൻ്റെ 14 സെന്റിലെ ആദായം കൂടെ നീയല്ലേ വെച്ച് അനുഭവിച്ചോണ്ടിരിക്കുന്നത്. 14 സെന്റ്? ഏത് 14 സെന്റ്? ഏത് 14 സെന്റോ? എടി, സർവേ നമ്പർ 3057 പ്രകാരം 24 സെന്റിൽ തെക്കേ അറ്റത്ത് കിടക്കുന്ന 14 സെന്റ് എൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്നത്. അതെനിക്ക് അതിര് തിരിച്ച് കല്ലിട്ട് കിട്ടണം. എപ്പോ കിട്ടും? ബാലാമണി, കല്ലൊന്നും ഇപ്പൊ കിട്ടാനില്ല. അതെന്ത് പറ്റി? അതേ, ഇപ്പം ഈ പാറവെട്ടലൊക്കെ നിരോധിച്ചിരിക്കുക ഗവൺമെന്റ്. അതുകൊണ്ട് ഇപ്പൊ ആര് വെട്ടിയാലും പിടിച്ചങ്ങ് ജയിലിലിടുക. അതുകൊണ്ട് കല്ല് വരട്ടെ, ഇട്ട് തരാം. ഞങ്ങളെ പൊട്ടം കളിപ്പിക്കല്ലേ.
സീത ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കുടിക്കാ. ശീതയുടെ ചായ. അതിനു മുമ്പ് ഞാൻ എൻ്റെ പറമ്പ് പോയി നോക്കട്ടെ. ശീതച്ചായ. അതെ ബലരാമേട്ടാ, നാത്തൂന് ഈ പറമ്പിലുള്ളതേ 14 സെന്റാണോ അതോ 14.5 സെന്റാണോ? ആർക്കറിയാം? അപ്പുണ്ണേട്ടാ, എന്താ പരിപാടി? കാണില്ലേ ജാതിക്ക പറിക്കണ്. എന്തിനാ ഇപ്പൊ ജാതിക്ക പറിക്കണം? ഇപ്പൊ ജാതിക്ക എന്തിനാ പറിക്കണെന്ന് എനിക്കറിയില്ലേ? അല്ല, താഴെ വീണ് കിടക്കണ പറിക്കാ പോരെ? അതുപോരാ, താഴെ വീണ് കിടക്കുമ്പേ എന്തെങ്കിലുമൊക്കെ വന്ന് കടിക്കും. അപ്പൊ മോള് തന്നെ പഴുത്ത പറിക്കണം. അതാ. എന്തേ? കണ്ണില് പൊടി ഇടൂ. എന്നിട്ട് വാ. എവിടെ? ഓക്കെ. ഇങ്ങനെ കണ്ണടക്കി മുറുക്കടക്കി പോയോ? ഇല്ല, പോയില്ല പോയില്ല. ഓക്കെ, ഊത് ഊത്. ശരിക്കൂത്. മിണ്ടാതിരിക്കാ പുണ്യേട്ടാ. എൻ്റെ ഈശ്വര, ഈ വീട്ടിൽ ഇതെന്തൊക്കെയായി നടക്കുന്നത്? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? ഡാ പുണ്ണി. ആ അപ്പച്ചി, അപ്പച്ചി അപ്പച്ചി എപ്പോ വന്ന്? അപ്പച്ചി വന്നിട്ട് കുറെ നേരമായി. എന്താ അപ്പച്ചി ഇപ്പൊ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ അപ്പച്ചി അങ്ങനെ പറയണേ? അപ്പച്ചിക്ക് എപ്പോ വേണമെങ്കിൽ വരാലോ. വീട്ടിൽ കയറിയോ? ഓ കേറി. അമ്മ കണ്ട? ആ അമ്മയും കണ്ട് എല്ലാരെയും കണ്ട്. ഇപ്പൊ ഇതും കണ്ടു. ഇത് കണ്ടോ? ഇതിപ്പോ ഉണ്ടായതാ? ഇങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ആ ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട്. അപ്പച്ചിക്ക് അറിയില്ലേ കുമാരി പീതാംബരേട്ടന്റെ മോള്? അറിയാം അറിയാം. അറിയാം. കൊള്ളാം കൊള്ളാം. അപ്പച്ചി എന്തപ്പോ ഇങ്ങോട്ട് വന്നേ? എടാ എനിക്ക് തരാവെന്ന് പറഞ്ഞൊരു 14.5 സെന്റ് സ്ഥലം അവിടെ കിടപ്പുണ്ടല്ലോ. ആ സർവേ നമ്പർ 3057 ആ. അതവിടെ കിടക്കും, മണ്ണല്ലേ? ആ അതങ്ങനെ അവിടെ കിടന്നാ പോരാ, അത് അതിര് തിരിച്ച് കല്ലിട്ട് എന്റെ പേരിലാക്കി തരാൻ നിന്റെ അച്ഛനോട് പറയണം. ആ അങ്ങനെ കുലിക്കാ പോരാ. ആ. അവിടെ കണ്ണടച്ച് കാണിക്കുന്നു പറയാന്ന്. ആ ആ ആ ശരി, എന്നാ ഞാൻ പോവുക. അപ്പൊ സ്ഥലം കാണുന്നില്ലേ? അയ്യോ കണ്ടതൊക്കെ അപ്പച്ചിക്ക് തൃപ്തിയായി. ആ ഞാനേ കുറച്ച് ജാതിക്ക എടുക്കാം. വേണ്ട. കുരുമുളകോ? വേണ്ടടാ. കുറച്ച് നാളികേരം കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചായ കുടിച്ചിട്ട് പോയിട്ട്. ആ നടക്കട്ടെ നടക്കട്ടെ. ഈ അപ്പച്ചി എന്താ പറയണെന്ന് അറിയില്ല. അപ്പച്ചി എന്താ പറഞ്ഞേ? അപ്പച്ചി എന്താന്ന് പറഞ്ഞു നീ കേട്ടില്ലേ? അവിടെ 14 സെന്റ് സ്ഥലം ഉണ്ട് അപ്പച്ചിക്ക്. അതല്ല, അതിനു മുമ്പ് എന്താ പറഞ്ഞേന്ന് മനസ്സിലായാ? ആ എന്താ? കണ്ണില് പൊടി പോയിന്ന്. കണ്ണില് പൊടി പോയിന്ന് പറഞ്ഞല്ലേ? കുന്തം ഈ പൊട്ടൻ മനസ്സിലാവില്ല. കുമാരി നീ ഉന്നെ പൊട്ടാന്ന് വിളിക്കണോ? എന്താ പുണ്യേട്ടാ? നീ ഈ കണ്ണില് കരട് പോയില്ല, അത് ശരിക്കും ഒന്നുകൂടി ഊരിക്കേ. എനിക്ക് സൗകര്യമില്ല, തന്നെ ഊതിക്കോ. അപ്പൊ തന്നെ എങ്ങനെ ഊതുക? തന്നെ ഊതി ശരിയാവില്ല, നീ ഒന്ന് ഊരിക്കണ്. ഇനി അതവരെങ്കിലും കണ്ടു വന്നിട്ട് വേണം പോടുന്നു. എന്താ കണ്ണില് പൊടിയായത് ഊതുന്നത് കണ്ടാല്? ഡേ കുമാരി, എന്താ പെണ്ണ അങ്ങനെ പറഞ്ഞേ? അയ്യോ ഇവിടെ കിടന്ന ഓട്ടോ എന്ത് ചെയ്യും? അത് ശരി, ഞാൻ കാശ് കൊടുത്തില്ലായിരുന്നല്ലോ. അത് പിന്നെ എന്തായാലും പോയോ? ആങ്ങളെ ആങ്ങളെ ആങ്ങളെ, എന്താ മകളെ? ഇവിടെ കിടന്ന ഓട്ടോ എന്ത് ചെയ്യും? അയാളെപ്പോഴേ പോയല്ലോ. അത് ഞാൻ പൈസ കൊടുത്തില്ലല്ലോ. ആ നിന്റെ പൈസയും വേണ്ട, നിന്റെ ഓട്ടോയും വേണ്ടെന്ന് പറഞ്ഞ അയാൾ ഇവനെ കൊണ്ട് പോയി. പോയോ? ആ പോയി. ആ അവന് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ എന്റെ ബാഗ് നിർത്തരാമോ? ഞാൻ പോവുക. എവിടെ പോന്ന്? എവിടെ പോണെന്നോ? ഞാൻ എന്റെ വീട്ടിലോട്ട് പോണു. അത് അവിടെ നിക്ക് പറയട്ടെ. എടി ഒരല്പം ചോറൊക്കെ കഴിച്ചിട്ടേ വെയിലൊക്കെ താന്ന് ഉച്ചരിഞ്ഞ് പോയാ പോരാ. അന്നാ 2 ദിവസം കഴിഞ്ഞങ്ങ് പോകാം. വലിയ സന്തോഷം. സന്തോഷം. ആ ബാഗ് എടുത്ത് തരാൻ പറ്റുമോ? പറയുന്ന കേക്ക്. അടി ഒരുപടി ചോറ് കഴിച്ചിട്ട് പോകും. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ. ദേഷ്യം ഉണ്ടെന്ന് കരുതി അത് ഭക്ഷണത്തിനോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ചോറൊക്കെ കൊണ്ടിട്ട് പോയാൽ മതി. അതൊക്കെ അല്ലേ പറഞ്ഞത്. എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ ഭക്ഷണം വേണ്ട, അത്രേ ഉള്ളൂ. എടി ഒരുപടി ചോറ് കഴിച്ചു പോനാ. എന്റെ പൊന്നാങ്ങളെ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് നല്ല കൂത്ത്. എന്നാ വേണ്ട വേണ്ട. സീതേ ആ ബാഗ് എടുത്ത്.
ആ വണ്ടിക്കൂലിക്ക് ഇരിക്കട്ടെ. വേണ്ടായിരുന്നു. എന്നാ ശരി. അല്ല, ഞാൻ വന്നത് നല്ല ദേഷ്യത്തിലാണെങ്കിലും രാങ്ങളെ ഭാഗ്യമുള്ളവനാ. എന്താ നല്ല മിടുക്കത്തികൾ 2 മരുമക്കളെ കിട്ടിയില്ലേ? എന്താ നാത്തൂന് അങ്ങനെ പറഞ്ഞിട്ട് പോയെ? എന്തുവാ 2 മരുമക്കളെ കിട്ടിയില്ലേന്ന്? ഏതാ ഈ 2ാമത്തെ മരുമോള്? പറഞ്ഞതുപോലെ ഏതായി 2 മരുമക്കള്? എണീച്ചേ, ഈ വെള്ളം കൂടെ കുടിച്ചേ. കുടിക്കമ്മേ, കുറച്ച് കുടിച്ചേ. പറയണ കേക്ക് കുടിച്ചേ. എണീ കുടിച്ച് കുറച്ച്. ദേവി, ആ അകത്തുണ്ടടി, കയറി പോരെ. എങ്ങനെയുണ്ട് ഇപ്പോ? രാവിലത്തെ മരുന്ന് കഴിച്ചു, ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടെ എന്നാ അതിൻ്റെ കൂടെ കുടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ, അതിന് പോലും വയ്യ. അല്ല, നീ അനന്തേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞോ? എടി, ഇപ്പോഴത്തെ അവസ്ഥയിൽ അനന്തേട്ടനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, അനന്തേട്ടൻ ഭയങ്കര തിരക്ക്. മാത്രമല്ല, അനന്തേട്ടൻ്റെ അനിയനില്ല പുണ്ണി. പുണ്ണിക്ക് നാളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവാ. ഇപ്പം ഞാനിത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനോടെ സമാധാനം കാണുമോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയടി ശരിയാവുക? അമ്മ ഇത്രയും വയ്യാണ്ട് കിടക്കല്ലേ, ഇത് നമ്മൾ വിളിച്ച് പറയണ്ടേ? ഇനിയെങ്ങാനും വല്ലതും സംഭവിച്ചു പോയാൽ? നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ. സംഭവിച്ചു പോയാൽ ഇല്ല, അനന്തേട്ടനെ വിളിക്കുന്നില്ല. വെറുതെ ഇപ്പം അനന്തേട്ടനെ വിളിച്ചു പറഞ്ഞാൽ ഏട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഏട്ടൻ അടുത്ത ടെൻഷൻ. എന്തിനടി വെറുതെ? എൻ്റെ ദേവി, വരുമോ വരാതിരിക്കോ ചെയ്യട്ടെ, നീ ഒന്ന് അനന്തേട്ടനെ വിളിച്ച് പറയേ കാര്യം. ഒന്നുമില്ലെങ്കിൽ ഇത്രയും വയ്യാതെ കിടക്കല്ലേ ദേവിയെ. ഷൈന, ആഹാ, ഇതാരാ? കൊള്ളാലോ പെണ്ണേട്ടാ. പെണ്ണാണ് 3 മുമ്പേ മണവാളായോ? എങ്ങനെയുണ്ട്? നല്ല കളർ ഷർട്ട്. അതല്ല, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അപ്പുണ്ണിയെ കാണാനും നല്ല ഭംഗിയുണ്ട്. അതന്നെയല്ലോ കുമാരി പറഞ്ഞേ. എപ്പോ? കുമാരി പറഞ്ഞു ഷൈനന്റെ അടുത്ത് പറഞ്ഞില്ലേ? അത് എല്ലാം ഓർത്ത് വെച്ചേക്കല്ലേ. എന്തായാലും കൊള്ളാം, സുന്ദരായിട്ടുണ്ട്. പക്ഷേ ഈ ഹെയർ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റാം. മാറ്റണോ? അത് മാത്രം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ മാറ്റിത്തരാം. ശരിയായോ? ഇപ്പൊ കൊള്ളാം. നോക്കട്ടെ, കണ്ണാടി നോക്ക്. ഇങ്ങനെയാ? ആ മതി മതി, അത്ര മതി. ഇപ്പൊ സുന്ദരനായിട്ടുണ്ട്. അതേ, പെണ്ണാണാൻ പോകുന്ന പെണ്ണിനെ എന്നെ ഇഷ്ടമായിരിക്കും അല്ലേ? ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പുണ്ണിയേട്ടനെ. നീ ഇതൊക്കെ അഴിച്ചു വെച്ചോ, നമുക്ക് പെണ്ണാണാൻ പോകുമ്പോ ഇടാം. അല്ല, ഞാനേ പാകണമെന്ന് അറിയാൻ വേണ്ടി ഇട്ടതാ. നല്ല രസമുണ്ട്. എന്നാ ഞാൻ പോയി അയച്ചു നോക്കട്ടെ. ചെല്.
ദേവികേ. ഓഫീസിലേക്ക് ഇറങ്ങിയോ? ഇല്ല, പറഞ്ഞോ. അമ്മയ്ക്ക് തീരെ വയ്യേ. അയ്യോ, എന്തു പറ്റി? എന്താന്ന് അറിയത്തില്ല, ഭയങ്കര ക്ഷീണമൊക്കെയാ. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോ ഇല്ല, ഞാനത് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. എനിക്ക് വേറെ 1-2 പരിപാടികൾ ഉണ്ടായിരുന്നു. ഞാൻ വരണോ? ഇല്ല, ഏട്ടൻ ധൃതി പിടിച്ചിങ്ങോട്ട് വരണ്ട. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. ശരി ശരി, ഞാൻ എന്തായാലും വരാം കേട്ടാ. നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാല്. ശരി ഏട്ടാ. ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാം. ശരി ഏട്ടാ. കേട്ടോ, അങ്ങനെ ഇരിക്കുമ്പോഴാ ആഴ്ചപ്പത്തിന്ന് സബ് എഡിറ്ററെ ഫോൺ വരുന്നത്. അന്നേരമാ ഞാൻ ആലോചിക്കുന്ന, അയ്യോ അടുത്ത ആഴ്ചക്കുള്ള അധ്യായം എഴുതി കൊടുത്തില്ലല്ലോ എന്ന്. പങ്കി, ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു കേട്ടു. എന്താ കേട്ട്? ഞാൻ പറഞ്ഞത് കേട്ടോന്ന് ചോദിച്ചില്ലേ ചേട്ടൻ? അതൊന്നുമില്ല. എന്നാ ഞാൻ ഇപ്പൊ എന്തോ പറഞ്ഞത്, നീ എന്തോ പറഞ്ഞേ? ഇപ്പോഴല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ ഇതല്ലേ നമ്മുടെ നോവലിന്റെ. അത് തന്നെ. എന്താ പറയാനുള്ളത്? അനന്ത വായോ വായോ വായോ. അങ്ങോട്ട്. അച്ഛാ, എന്താണ്? നാളെ അപ്പുണ്ണിയുടെ പെണ്ണ് കാണാൻ പോവാൻ ഞാൻ ഉണ്ടാവില്ല. എന്താ കാര്യം? എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. എന്തോ മീറ്റിംഗ്? എന്താ മീറ്റിംഗാ? അത് ഡിജിറ്റൽ സർവേ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ആലോചനാ യോഗമാണ്. എന്തായാലും ഞാൻ ചെല്ലണം, ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എന്നാ ഇവിടുന്ന് പോയില്ലെങ്കിലോ? പോയില്ലെങ്കിൽ എന്താ, ജോലി പോവാ തന്നെ. ജോലി പോട്ടടാ. ജോലി പോട്ടെ. 4 ഏക്കറായത്. സമയാസമയത്ത് ആ തെങ്ങൊക്കെ ഇഞ്ചിരി വളവിട്ട് ഇത്തിരി കപ്പയും മഞ്ഞളും ഇഞ്ചിയൊക്കെ നക്കിട്ട് നോക്കി നടന്നാലേ 4 പേർക്കുള്ള ശമ്പളം കൊടുക്കാം. എന്റെ അച്ഛ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, പോണം. നീ പോകുന്നില്ല? തൂക്കിക്കൊള്ളാൻ വിധിച്ചാലും നീ ഇവിടുന്ന് പോകുന്നില്ല. നാളെ ചെറുക്കൻ്റെ പെണ്ണ് കാണാൻ പോകണ്ടെന്ന്. എന്റെ അച്ഛ, അതിന് പൊക്കൂടെ എല്ലാവരും കൂടെ പോണത് എന്തിനാണ്? എല്ലാരും കൂടെ കൂട്ടിയിട്ട് ആരെങ്കിലും പെണ്ണ് കാണാൻ പോകൂ? നീ ഇവിടുന്ന് പോകുന്നില്ലെന്ന്. കെട്ടത്തുമില്ല, അനിയനെ കൊണ്ട് കെട്ടിക്കെത്തുമില്ല. അല്ലേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞേക്കാം. നീ വിഷമിക്കണ്ടടാ, കഥ പിന്നെ പറഞ്ഞുതരാം. ആ മൂടങ്ങ് പോയി. എന്തൊക്കെ വട്ടാച്ചൻ പറയണത്? ആരെങ്കിലും പോയി പെണ്ണ് കെട്ടിയിട്ട് 4 പെണ്ണുങ്ങളെങ്കിലും വീട്ടിലേക്ക് കൊണ്ടാടാ. അളിയന്റെ കഥ കേൾക്കാനെങ്കിലും 4 ആള് വീട്ടിലുണ്ടാവട്ടെ. ഇത് ഏത് കഥ ഉണ്ടെങ്കിലും എൻ്റെ നെഞ്ചത്തേക്കാ വരണത്. പണ്ട് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, അവിടെ വന്ന് താമസിച്ചോന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്നെ ഇങ്ങനെ വളർത്തി ഉണ്ടാക്കണത് ഈ കഥ കേൾക്കാനാന്ന് ഇപ്പൊ ഞാൻ വിചാരിച്ചോ? ഇത് കഷ്ടത്. അല്ലപ്പോ നിനക്കൊന്ന് അവനും പോയോ? പോയി അളിയൻ്റെ മാതിരി ഇപ്പൊ ഞാനും. ഞാൻ പറഞ്ഞ ഒരാളില്ല ഇവിടെ. ഇവര് പറഞ്ഞൊക്കെ ഞാൻ കേൾക്കും വേണം. ഇതിവരെന്തെടുത്തിരിക്കണത്? സമയം എത്ര ഇത്? അല്ല, നിന്റെ മൊത്തം ഒരു വൈ ക്ലബ്ബിൻ പോലെ. ഒന്നുമില്ല. ഒന്നുമില്ല. എവിടെ പോണെങ്കിലും വീട് കാവലിന് ഞാൻ വേണമല്ലോ, അതിനൊന്ന് നിൽക്കാം. സാധാരണ പോലെ ഒരു വിമ്മിട്ടം പോലെ തോന്നുന്നുണ്ട്. ഞാൻ എന്താ മുഖം മാറ്റി വെക്കണം? പങ്കിയമ്മ, ഓയ് എന്തെടുക്കണ അതിൻ്റെ അകത്ത്? ഈ വണ്ടി കണ്ണി കണ്ടവരോട് മേടിച്ചാണ് പോയി വന്നിട്ട് പെട്ടെന്ന് തരാന്നും പറഞ്ഞ് ഇത് കൊണ്ടുപോയി കൊടുക്കണ്ടേ സമയത്ത്? എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കണത്? ആദ്യം നീ നിന്റെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് പോവാ പെണ്ണാലോചിക്കാൻ. ഇതിനൊരു സമയമില്ല. എത്ര നേരമായി വെയിറ്റ് ചെയ്യണ്? അല്ല പിന്നെ ആൾക്കാർ റെഡി ഇറങ്ങണ്ടേ? ആൾക്കാർ എന്നാ പോരെ, പോവാട്ടോ. ഇറങ്ങ. കുമാരിയേ, വീട്ടിലുള്ളവർക്ക് എന്നെ പോവാൻ സ്ഥലമില്ല, അതപ്പൊ നിന്നെ കൊണ്ടുപോകാത്തത്. ഞാൻ പങ്കിയാൻ വേണ്ടി പറഞ്ഞു എനിക്ക് വരണമെന്ന്. ഇല്ല, എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്താ അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ ഒന്ന് നിക്കാൻ, അതിനെ നിക്കണതാ. ഉണ്ടാവുള്ളൂ, വലിച്ചു നിൽക്കുകയാണ്. ഈ അനന്തേട്ടനൊക്കെ എന്തെടുത്തിരിക്കുകയാണ്? ആ താടിയിൽ ഇരിക്കായിരിക്കുള്ളൂ നേരം പോലത്തെ തൊട്ട്.
അതേ അടുത്ത പരട്രാ കിടി കിടി എന്ന് പറയാം. അതേ അടുത്തത്. ഈ പെണ്ണിനെ ഇഷ്ടപ്പെടണേ, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടണേ. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടണേ അയ്യപ്പാ. ഉറപ്പിക്കണേന് ബഹളം ഉണ്ടാക്കണ്ട. കല്യാണം നടക്കണം അയ്യപ്പാ. പുണ്യ മതിരാ. അപ്പുണ്യ വാ വാ ആ ഷൈന വാ, ഇറങ്ങാ. ഷൈന വാ. നീ എന്താ കടന്നിറങ്ങാൻ ഒച്ചിട്ടായിരുന്നു? ഇതൊരു സമയവും ഇല്ല അവിടെ കയറി ചെല്ലണേ. ഇനി ഇല്ല കഴിയണ്ട പിന്നെ തോന്നുമ്പോഴാണോ ഇറങ്ങാം. കുമാരിയെ കുമാരി വീട് പൂട്ടിയിട്ടില്ല കേട്ടാ, മോളൂടെ ഉണ്ടാവില്ലേ? വാമളെ വാ, വേഗം കയറി, സമയം ഒരുപാടായി. അവിടെ കയറിക്കോട്ടോ. അമ്മ ഇപ്പൊ വരെ. കയറിക്കോ. അതെ, ഈ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. ഞാൻ ഇന്നലെ തന്നെ പ്രാർത്ഥിച്ചു. ഇന്നലെ പ്രാർത്ഥിച്ചാ? അത് പൊളിച്ചു പോയിണ്ടാവും. ഇന്ന് വേറെ പ്രാർത്ഥിക്ക്.